സ്പീൽബർഗ് എന്ന മാസികയിൽ വന്നൊരു സംഭവമാണ്. അതാണ് സൺഡേ ശാലോമിൽ എഴുതിയിരുന്നത്. അതെൻ്റെ മനസ്സിന് വളരെ ശക്തി നൽകിയതാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് പിന്നെ സുഖലോലുപതയുടെ ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. ഒരിടത്തും സന്തോഷം കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹം ഒരു ഹോട്ടലിൽ നിന്ന് വേറൊരു ഹോട്ടലിലേക്ക്, അവസാനം 7 സ്റ്റാർ ഹോട്ടൽ ലാസ് വെഗാസിൽ ഒരു ഹോട്ടലിൽ എത്തി. പക്ഷേ അവിടെയും അദ്ദേഹത്തിന് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. സുഖലോലുപതയുടെ നടുവിലും സങ്കടക്കടലിലൂടെ അദ്ദേഹം പോവുകയാണ്. സഹോദരനോട്, കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്ക് സങ്കടങ്ങൾ മാത്രമാണ് നൽകുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം, കൂട്ടുകാരൻ പറഞ്ഞു, നിനക്ക് ഞാൻ നല്ലൊരു 5 സ്റ്റാർ ഹോട്ടൽ കാണിച്ചു തരാം, നീ അവിടെ ജോലി ചെയ്താൽ നിനക്ക് യഥാർത്ഥ സന്തോഷം കിട്ടും. അദ്ദേഹം അമ്മ പ്രത്യക്ഷപ്പെടുന്ന മജുഗൊറിയിൽ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള വലിയ ഹോട്ടലിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. അവിടെയുള്ള തീർത്ഥാടകർക്ക് അദ്ദേഹം നന്നായിട്ട് പാട്ട് പാടുന്ന വ്യക്തിയായിരുന്നു. തീർത്ഥാടകരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പാട്ട് പാടാൻ ഹോട്ടൽ ഉടമകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് അത്തരം പാട്ടുകളൊന്നും അറിഞ്ഞുകൂടെ, ലൗകികമായ പാട്ടുകളെ പരിചയമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹം അമ്മയുടെ പാട്ടുകൾ അവിടെ പഠിക്കുകയും അവിടെ പാടുകയും ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു, നീ എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്, ഞാൻ പ്രതീക്ഷിച്ച സ്ഥലമൊന്നുമല്ല ഇത്, അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ്. വീണ്ടും അദ്ദേഹം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വീണ്ടും ജോലി തേടി. അവിടെ ലോബിയിൽ എത്തിയ ഗസ്റ്റിന് വേണ്ടിയിട്ട് പാട്ട് പാടുന്നതിന് വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. ഗിറ്റാർ എടുത്ത് പാട്ട് പാടാൻ ആരംഭിച്ചപ്പോൾ താൻ പണ്ട് പഠിച്ചിരുന്ന പോപ്പ് സംഗീതങ്ങളൊന്നും തന്നെ മനസ്സിലേക്ക് വരുന്നില്ല. മജുഗൊറിയിൽ ആലപിച്ച അമ്മയുടെ ഗാനങ്ങളാണ് വരുന്നത്, അത് മാത്രമേ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അദ്ദേഹം അത് പാടി. അന്നുവരെ അദ്ദേഹത്തിന് കാണാത്ത വലിയൊരു അനുഭവം അദ്ദേഹത്തിനുണ്ടാകുകയാണ്. അവിടെ ലോബിയിൽ സുഖലോലുപത തേടി വന്നിരുന്ന ആളുകൾ കണ്ണുനീരൊഴുക്കുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ഞാൻ പിന്നീട് മറ്റൊരിക്കലും ഒരു പാട്ടും പാടിയില്ല, ഞാൻ അമ്മയെക്കുറിച്ച് മാത്രം ഗീതങ്ങൾ ആലപിച്ചു. അദ്ദേഹം മാനസാന്തരപ്പെടുകയാണ്, മാമോദീസ സ്വീകരിക്കുകയാണ്. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ചുക്കാൻ പിടിക്കുന്നവരിൽ ഒരാളായി മാർപ്പാപ്പ അദ്ദേഹത്തെ നിയോഗിച്ചുകൊണ്ട് സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹം കടന്നു വരികയാണ്. ഈ ഒരു സംഭവം സൺഡേ ശാലോമിൽ വായിച്ചപ്പോൾ എന്നെ ആകർഷിച്ചത് മറ്റൊന്നായിരുന്നില്ല. അദ്ദേഹം എഴുതുകയാണ്, മജുഗൊറിയിൽ വിശ്വാസത്തിൻ്റെ വിത്ത് അമ്മ എൻ്റെ ഹൃദയത്തിൽ പാകി, അത് മുളച്ചു വടവൃക്ഷമായി, ഇനി തളർത്താൻ ആർക്കും സാധിക്കുകയില്ല. ഒരു മിസ്റ്റിക് റൈറ്ററായ ഗസാൻ ദിസാക്കീസ് നമുക്ക് വളരെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പുസ്തകങ്ങളും വായിക്കാത്തവർ ചുരുക്കമാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല അനുഭവം എന്നും ഞാൻ മനസ്സിൽ ഓർത്തിരിക്കുകയാണ്. ശാലോമിൻ്റെ പ്രവർത്തനങ്ങൾ അതിനോട് ചേർന്ന് പോകുന്നത് കൊണ്ടാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരിക. വളരെ ബാലനായിരുന്ന അവസരത്തിൽ അവർക്ക് മുന്തിരിയാണ് അവർക്കുണ്ടായിരുന്നത്. ഒരു വർഷത്തെ മുന്തിരി ഫലം ശേഖരിച്ച് പാടത്ത് ഉണങ്ങാനിടും. അതിൽ നിന്ന് ആ ഒരു വർഷത്തെ ഉണങ്ങിയ മുന്തിരി വിറ്റിട്ടാണ് അവരൊരു വർഷത്തേക്കുള്ള ജീവിക്കുവാനുള്ള സമ്പാദ്യം ഉണ്ടാക്കുക. ഏതൊരു കർഷകർക്കും എപ്പോഴും മനസ്സിൽ ആധിയുണ്ട്, കാലാവസ്ഥയെ ആശ്രയിച്ചാണ് വിളകൾ മുന്നോട്ട് നീങ്ങുക, അതിൻ്റെ വിജയവും പരാജയവുമെല്ലാം. പാടത്ത് മുന്തിരിയെല്ലാം പറിച്ച് ഉണക്കാനിട്ടിരിക്കുകയാണ്. മഴക്കാറ് ശക്തമായിട്ട് വന്നു. അവർ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ മഴക്കാറ് താഴേക്ക് വീണു. കനത്ത മഴ. ആ മഴ ഒന്ന് ശമിച്ചപ്പോൾ മുന്തിരി ഉണങ്ങാനിട്ടിരുന്ന പാടത്തേക്ക് അപ്പൻ ഓടി. മഴയൊന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ ബാലനായ ഗ്രന്ഥകർത്താവും അമ്മയും കൂടി അവിടേക്ക് എത്തുമ്പോൾ ദയനീയമായൊരു കാഴ്ചയാണ്. കർഷകരെന്നും നേരിടുന്ന വെല്ലുവിളി പോലെ തന്നെ മുട്ടൊപ്പം വെള്ളത്തിലാണ് അദ്ദേഹം പിതാവ് നിൽക്കുക, പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. ഗസാൻ ദിസാക്കീസ് പറയുകയാണ്, എല്ലാം ഒലിച്ചുപോയി, അപ്പാ എല്ലാം പോയില്ലേ എന്ന് നിലവിളിക്കുകയാണ് മകൻ. ഉടനെ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നൊരു ചോദ്യം അദ്ദേഹം എഴുതുകയാണ്, എന്തു പോയെന്നാണ് നീ പറയുന്നത്? മുന്തിരിയല്ലേ പോയുള്ളൂ,
നമ്മളിവിടെ ഇല്ലേ? നമ്മെ സ്നേഹിക്കുന്ന ദൈവവും ഇവിടെ ഇല്ലേ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ അപ്പസ്തോലൻ പറയുകയാണ്, സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ സാധിക്കും.